ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ തക്കുളൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഇക്കാൻ്റെ വീട്ടിൽ വെച്ചിട്ടുള്ള പുതിയാപ്പള സൽക്കാരത്തിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. ഞാൻ പറഞ്ഞ മുമ്പത്തെ വീഡിയോയിലൊക്കെ ഇക്കാൻ്റെ അനീത്തിൻ്റെ കല്യാണം കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ വിരുന്ന് സൽക്കാരമാണ് ഇന്ന്. ചെക്കനും പെണ്ണും ആദ്യമായിട്ട് പെണ്ണിൻ്റെ വീട്ടിൽ വന്നിട്ടുള്ള വിരുന്നും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു വീഡിയോയാണ്. അപ്പോൾ ഇക്ക അതിനൊന്നും നിൽക്കണില്ല, ഇക്കാന്ന് പണിക്ക് പോവാട്ടോ. ഓൾറെഡി കല്യാണമൊക്കെ പ്രമാണിച്ച് ഒരു 2 ആഴ്ചത്തോളം ലീവ് എടുത്തു. അപ്പോൾ ആ ലീവിൽ തന്നെ കുറേ പണികളും മുടങ്ങി. അപ്പോൾ ഇനി പണി മുടക്കിയാൽ ശരിയാവില്ല, കാരണം നമുക്ക് വീടിൻ്റെ വാടക, അത്യാവശ്യം തന്നെ അടവുകളുണ്ട്, വണ്ടീൻ്റെ ലോണും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ പെൻഡിങ് ആവും. അപ്പോൾ ഇക്ക അന്ന് പണിക്ക് പോയിട്ടുണ്ട്. ഇക്ക അന്ന് വിരുന്ന് സൽക്കാരത്തിൽ കൂടണില്ല. ഇവിടെ ഇപ്പോൾ ഞാനും ഉമ്മയും ഇക്കാൻ്റെ സിസ്റ്റേഴ്സും ഒക്കെ തന്നെ ഉള്ളോട്ടെ. ഇക്കാൻ്റെ അനിയനും കൂടിയിട്ട് പണിക്ക് പോയി. അവൻ ഇവിടെ അടുത്ത് തന്നെ ഫ്രൂട്ട്സ് കടയിലാണ് ജോലി. അപ്പോൾ അവന് ഈ പറഞ്ഞ പോലെ കുറേ ലീവ് എടുത്തുകൊണ്ട് അവനും പണിക്ക് പോകാണ്ട് പറ്റില്ല. അപ്പോൾ അവനും ജോലിക്ക് പോയി, ഇക്കായും ജോലിക്ക് പോയി. ബാക്കി എല്ലാവരും ഇവിടെ ഉണ്ട് കേട്ടോ, സിസ്റ്റേഴ്സും അവരുടെ ഹസ്ബൻഡും അതുപോലെ ഉമ്മയും ഞങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ചായ കുടിച്ചിട്ട് പണികളൊക്കെ തുടങ്ങാമെന്ന് വെച്ചു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാണ്ട് കേട്ടോ. രാവിലത്തെ ഫുഡിൻ്റെ പണികളും അതുപോലെ ഉച്ചയ്ക്കുള്ള ബിരിയാണീൻ്റെ കാര്യങ്ങളൊക്കെ അതൊക്കെ ഉമ്മയാണ് ഉണ്ടാക്കുന്നതല്ല, കുക്കിംഗ് ചെയ്യുന്നതും നമ്മൾ സഹായിക്കാമെന്ന് മാത്രം. സാധനങ്ങൾ അരിഞ്ഞു കൊടുക്കാനും കാര്യങ്ങളൊക്കെ ഉമ്മാരുടെ അടുത്തുനിന്ന് സഹായിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ രാവിലെ ചായ കുടിച്ചെങ്കിൽ നമുക്കൊരു എനർജി വരുമല്ലോ. അപ്പോൾ കട്ടൻ ചായ കുടിക്കുകയാണ്, കുറച്ച് ബേക്കറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കൂട്ടി ഞങ്ങൾ എല്ലാവരും കൂടി ചായയൊക്കെ കുടിച്ചു. പിന്നെ പണികളൊക്കെ തുടങ്ങിയിട്ട് അപ്പോൾ കുറച്ച് സബോളൊക്കെ നന്നാക്കാണ്ട് ഇത് ബിരിയാണിക്ക് വേണം. പിന്നെ കാലത്തെ ചായക്ക് കടിയായിട്ട് നൂൽപുട്ടും പൊറാട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതിലേക്ക് മുട്ടക്കറി ഉണ്ട് കേട്ടോ. അപ്പോൾ മുട്ടക്കറിക്കുള്ള സബോള വേണം. അതുപോലെ തന്നെ നമുക്ക് കച്ചമ്പറിക്കുള്ള സബോള, അങ്ങനെ 3 കൂട്ടം കാര്യങ്ങൾക്കുള്ള സബോളയായിട്ട് അപ്പോൾ അരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുറേ അധികം തന്നെ സബോള അരിയാണ്ട്. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ ഓരോരോ പണിയിലാട്ടോ. എല്ലാവരും മുഖം കാണിക്കണില്ല. ഞാൻ പറഞ്ഞില്ല, എല്ലാവർക്കും മുഖം കാണിക്കാൻ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലാത്തവരാണ്. എന്നാലും വല്ല ഫംഗ്ഷനൊക്കെ വരുമ്പോൾ മുഖം കാണിക്കും കേട്ടോ. മിക്ക പേരും നിങ്ങൾ കല്യാണ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ എല്ലാവരും അവിടെ ഓരോരോ പണിയിലാണ്. ഞാനിവിടെ സബോള അരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ ഡ്യൂട്ടി ഇങ്ങനെ കഴിഞ്ഞു തുടങ്ങിയിട്ടാണ്. അപ്പോൾ സബോള കഴിഞ്ഞിട്ട് അവിടെ കൊണ്ടുവച്ചപ്പോൾ എൻ്റെ സിസ്റ്റർ അവിടെ ഇരുന്നിട്ട് തക്കാളി അരിയുണ്ട് കേട്ടോ. ഇതും ബിരിയാണിക്കും കാര്യങ്ങളൊക്കെ തന്നെയാണ് തക്കാളിയും. അപ്പോൾ രാവിലത്തെ കടി നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചേക്കാട്ടുണ്ടായിരുന്നത്. പത്തിരി, പൊറോട്ട, നൂൽപുട്ട് ഇതൊക്കെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുകയാണ് ചെയ്തത്. കറി മാത്രം വീട്ടിലുണ്ടാക്കുക. പിന്നെ അതിൻ്റെ ഇടയ്ക്കേ പോയിട്ട് നമ്മുടെ റിച്ചൂസിനെ ഞാനൊന്ന് കുളിപ്പിച്ചിട്ട് ഉറക്കിയിട്ടാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവ അങ്ങനെ കരഞ്ഞിട്ട് നടക്കുമ്പോൾ നമുക്ക് പണികളൊന്നും ചെയ്യാൻ പറ്റില്ല, ഫുഡ് കഴിക്കാനൊന്നിനും പറ്റില്ല കേട്ടോ. അപ്പോൾ അവനെ ഉറക്കി കഴിഞ്ഞാൽ കുറച്ച് നേരം നമുക്ക് എന്തെങ്കിലുമൊക്കെ പണികളൊക്കെ ചെയ്യാം, എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാനൊക്കെ പറ്റും കേട്ടോ. അങ്ങനെ അവനെ ഞാൻ ഉറക്കിയതിന് ശേഷം പിന്നെ ചിക്കൻ കഴുകാൻ വേണ്ടി വന്നേക്കാട്ടോ അടുക്കളയ്ക്ക്. ഇത് ഏറ്റവും ബാക്ക് വശത്തുള്ള അടുക്കളയാണ്. അതാണ് കേട്ടോ ഇതിൻ്റെ കോലം ഇങ്ങനെ. അപ്പോൾ ഇത് ചെറിയൊരു വാഷ് ബേസിനാണ്. നമുക്ക് ചിക്കനൊന്നും അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് കഴുകാനൊന്നും പറ്റില്ല കേട്ടോ. പാത്രം ഇറക്കി വെച്ചിട്ടൊന്നും കഴുകാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പാത്രമൊക്കെ കയറ്റി വെച്ചതിൽ കുറച്ച് വെള്ളമൊക്കെ എടുത്തിട്ട് ചിക്കൻ നന്നായി ക്ലീൻ ആയിട്ട് കഴുകുകയാണ് കേട്ടോ. 3-4 പ്രാവശ്യമൊക്കെ ചിക്കൻ കഴുകിയിട്ടുണ്ട് കേട്ടോ. ശരിക്കും നന്നായിട്ട് ക്ലീൻ ആവണം. അപ്പോൾ ഞാനൊരു പാത്രത്തിൽ അതിൻ്റെ മുകളിലത്തെ ചോരയും അതുപോലെ തന്നെ അതിൻ്റെ കൊഴുപ്പും ഒക്കെ കാര്യങ്ങളൊക്കെ കഴുകിയിട്ട് ക്ലീൻ ആക്കിയിട്ട് ഒരു പാത്രത്തേക്ക് ഇട്ട് വെക്കുകയാണ്. അങ്ങനെ വെച്ചിട്ട് പിന്നെ 3-4 പ്രാവശ്യം വീണ്ടും കഴുകിയാണ് നന്നായിട്ട് ക്ലീൻ ആക്കി എടുക്കുക കേട്ടോ. പിന്നെ ഇപ്രാവശ്യം ആരും വീഡിയോ എടുത്ത് തരാനൊന്നും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ തന്നെ ഓരോ സൈഡിൽ ഫോണൊക്കെ വെച്ചിട്ട് വീഡിയോസ് എടുക്കുന്നത്. കാരണം എല്ലാവരും ഭയങ്കര തിരക്കിലാണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് ആരും ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല വീഡിയോ എടുത്താട്ടെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിക്ക് ഞാൻ കുറേ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഉമ്മാനെ സഹായിക്കുക എന്ന് മാത്രം പറഞ്ഞില്ലേ, നമ്മളിങ്ങനെ സാധനങ്ങളൊക്കെ എടുത്തു കൊടുക്കാൻ മാത്രമാണ് നമുക്ക് പണികളുള്ള. ഉമ്മയാണ് കുക്ക് ചെയ്യേണ്ടതൊക്കെ. ഉമ്മ നന്നായിട്ട് ബിരിയാണിയൊക്കെ ഉണ്ടാക്കും കേട്ടോ. നന്നായിട്ട് കുക്ക് ചെയ്യണ ആളാണ് ഉമ്മ. ബിരിയാണിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ തന്നെ. അപ്പോൾ എനിക്ക് ഉണ്ടാക്കാനൊന്നും അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കാത്തത്. പിന്നെ ഞാൻ ഇത്രയ്ക്കും നല്ല ക്വാണ്ടിറ്റിയിലൊക്കെ വെക്കണ്ടേ, കുറേ ആൾക്കാർക്ക് വെക്കണ്ടേ. അപ്പോൾ എനിക്ക് അങ്ങനെയൊന്നും ഉണ്ടാക്കാറില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഉമ്മ തന്നേക്ക് വെക്കുന്നത് കണ്ട. അപ്പോൾ ഉമ്മ അവിടെ നിന്നിട്ട് ബിരിയാണീൻ്റെ റൈസിനുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. അടുപ്പത്ത് വെള്ളമൊക്കെ വെച്ചിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ശരിയാക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അടുത്തിരുന്നിട്ട് വീഡിയോസ് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും മുഖമൊന്നും ശരിക്കും പോലെ കാണിക്കണില്ല കേട്ടോ. ആർക്കും മുഖം കാണിക്കാൻ താല്പര്യമില്ല എന്ന് ഞാൻ പറഞ്ഞില്ല. അല്ല, ഫംഗ്ഷനൊക്കെ വന്നാലാണ് എല്ലാവരും മുഖം കാണിക്കാൻ നമുക്ക് കുഴപ്പമില്ല. പക്ഷെ അല്ലാണ്ട് ആരും മുഖം കാണിക്കാനൊന്നും വരില്ല കേട്ടോ. അങ്ങനെ ഉമ്മാൻ്റെ അടുത്ത് നിന്ന് കുറച്ച് നേരം വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പോയിട്ട് ചായ കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ പൊറാട്ടയും പത്തിരിയും നൂൽപുട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പൊറാട്ടയും പത്തിരിയും പിന്നെ മുട്ടക്കറിയാണ് കേട്ടോ എടുത്തേക്കുന്നത്. പിന്നെ കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് ചായ എടുത്തിട്ടുണ്ട്. കാരണം ഭയങ്കര ദാഹമുണ്ട് കേട്ടോ, ഭയങ്കര ചൂടല്ലേ. അപ്പോൾ ചൂട് സമയത്ത് നമ്മൾ ശരിക്കും തണുത്ത വെള്ളമൊക്കെയാണ് കുടിക്കുക. പക്ഷെ ഞാൻ ചായ എടുത്തിട്ടുണ്ട് കേട്ടോ, ചായ കടീൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. ഒരു കപ്പ് ചായ തന്നെ കുടിച്ചിട്ടുണ്ട് ഞാൻ. അപ്പം എന്നെ ഭയങ്കര ആശ്വാസമായി. അത് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ ആ ചെക്കനും പെണ്ണൊക്കെ അത് അവിടെ വന്നിരുന്നിട്ട് ഫുഡ് കഴിക്കുന്നുണ്ട്. അതായത് നമ്മുടെ മണവാളനും മണവാട്ടിയും. അപ്പോൾ മണവാളിന് ചെറിയ നാണമൊക്കെ ഉണ്ട് കേട്ടോ. കല്യാണം കഴിഞ്ഞ ഒരു നാണമാണ്. എല്ലാവരായിട്ട് ഇനി പഴകി സെറ്റായിട്ട് വരണ്ടേ കമ്പനിയായിട്ട്. അപ്പോൾ നാണമൊക്കെ പോകും തോന്നണം.
അപ്പോൾ ഇവർ വീട്ടിലിരുന്നിട്ട് ഇവർക്ക് മുഷിപ്പ് വരണ്ടാച്ചിട്ട് ഇവർ പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുകയാണ് കേട്ടോ. ഇവർ ഇന്ന് തന്നെ പോവും തിരിച്ച് ഇവരെ വീട്ടിലേക്ക്. ഇതാണ് കേട്ടോ ഇക്കാൻ്റെ ഒരു സിസ്റ്റർ. അപ്പോൾ ഇവൾക്ക് വീഡിയോയിൽ വരാനൊന്നും കുഴപ്പമില്ല കേട്ടോ, ഇവൾ നന്നായിട്ട് വീഡിയോയിലൊക്കെ വരും. അപ്പോൾ ഇവരെന്താണ് ഇന്ന് തന്നെ തിരിച്ച് പോണേന്ന് വെച്ച് കഴിഞ്ഞാൽ ചെക്കൻ്റെ വീടിൻ്റെ അവിടുത്തെ വിരുന്ന് പോക്കൊന്നും കഴിഞ്ഞിട്ടില്ല. നല്ല ലോങ് ആയതുകൊണ്ട് ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യാത്ര ഭയങ്കര ദൂരമാണ്. അതുകൊണ്ട് തന്നെ ചെക്കൻ്റെ വീടിൻ്റെ അവിടുത്തെ വിരുന്നുകളൊന്നും കുറേയൊന്നും പോയിട്ടില്ല. അപ്പോൾ ഇവർക്ക് ഇന്ന് പോയിട്ട് വേണം ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകാൻ വേണ്ടിയിട്ട്. പിന്നെ കുറേ ദിവസം നിൽക്കാനൊക്കെ ആയിട്ട് വേറൊരു ദിവസം വരാമെന്നാട്ടാ പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ ഇവർ പുറത്തേക്ക് പോവുകയാണ്, വീടിൻ്റെ അവിടെയൊക്കെ ഒന്ന് ചുറ്റി കാണാൻ, കടകളിലേക്കൊക്കെ ഒന്ന് പോവുക വെച്ചിട്ട്. കാരണം വീടിൻ്റെ അകത്ത് തന്നെ ഇരിക്കുമ്പോൾ ഒരു പ്രൈവസി നഷ്ടപ്പെടുകയല്ലേ. അപ്പോൾ ഇവർ രണ്ടാളും ഒന്ന് ഫ്രീ ആക്കി വിടാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങാട്ട് ഇവർ. അപ്പോൾ ആ ഗ്യാപ്പിൽ ഉമ്മ അതാ ബിരിയാണിയൊക്കെ സെറ്റാക്കുന്നുണ്ട്. ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ ചെക്കൻ വന്നു കഴിഞ്ഞാൽ വേഗം ഫുഡ് കൊടുക്കുക. ഫുഡ് കഴിക്കൽ കഴിഞ്ഞാൽ ഇവർക്ക് വേഗം വീട്ടിൽ പോകണം. കോഴിക്കോടായിട്ട് നല്ല ദൂരമല്ലേ, അപ്പോൾ ബുള്ളറ്റിൻ്റെ മുകളിലാണ് പോണത് വരുന്നതൊക്കെ. അപ്പോൾ നല്ല ദൂരമായത് തന്നെ നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ഫുഡൊക്കെ കൊടുത്തിട്ട് വേഗം പറഞ്ഞയക്കാമെന്ന് വെച്ചു. അതിൻ്റെ ഇടയിൽ ഇക്കാൻ്റെ അനിയൻ ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ട്. ഇവനിവിടെ അടുത്ത് ഷോപ്പിൽ തന്നെയായിട്ട് ജോലിക്ക് പോണത്. അപ്പോൾ ഇവനും ഇന്നത്തെ വിരുന്ന് സൽക്കാരത്തിൽ കാലത്തൊന്നും ഉണ്ടായിരുന്നില്ല, ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രമാണ് വന്നത് കേട്ടോ. എന്നിട്ടാണ് വീണ്ടും ജോലിക്ക് തന്നെ പോകണം. അത് കഴിഞ്ഞപ്പോൾ ഇതാ കുറേ കഴിഞ്ഞിട്ട് പെണ്ണ് ഇത് ഇറങ്ങാൻ നിൽക്കുകയാണ് കേട്ടോ. ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഓർണമെൻറ്റ്സ് കുറച്ച് ഇവിടെ ഉണ്ട് കേട്ടോ അവളുടെ. അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുക്കട്ടെ എല്ലാവരും കൂടിയിട്ട്. കല്യാണത്തിൻ്റെ അന്ന് കുറച്ച് ഓർണമെൻറ്റ്സ് മാത്രം ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ, നല്ല ഹെവി ആയിട്ടൊക്കെ ഉള്ളത്. അപ്പോൾ നമുക്ക് ഡെയിലി യൂസിന് പറ്റിയിട്ടുള്ള കുറച്ച് ഓർണമെൻറ്റ്സും കൂടി അവൾക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അത് ഇട്ടിട്ട് അവർ പോവാട്ടോ. ഇനി അവിടെ എത്തുമ്പോൾ വൈകുന്നേരം ആവും എന്നൊക്കെയാണ് പറയുന്നത്. കാരണം അതൊക്കെ കഴിഞ്ഞിട്ട് അവളിത് എല്ലാവരോടും യാത്ര പറയാണ്. വല്യമ്മൊക്കെ കരഞ്ഞാകെ സീനാക്കിയിട്ട് എല്ലാ പ്രാവശ്യവും കരയും അവളെ കാര്യം പറഞ്ഞിട്ട്. കാരണം വല്യമ്മ കുറേ അവളെ പിന്നാലെ അങ്ങനെ നടക്കാറുണ്ട് കേട്ടോ. കാരണം ബാക്കിയുള്ള പെൺകുട്ടികളെല്ലാവരെയും കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇവള് മാത്രമാണ് കുറേ കാലം വീട്ടിലിങ്ങനെ ഉണ്ടായിരുന്നത്. അപ്പോൾ കുറേ അറ്റാച്ച്ഡ് ആയി വല്യമ്മ അവളായിട്ട്. കൊണ്ട് ഇവളെ കാണുമ്പോൾ ഒക്കെ വല്യമ്മ കരയും. പിന്നെ ഉമ്മാടേതാ യാത്രയൊക്കെ പറഞ്ഞിട്ടതാ അവൾ പോവുകയാണ്. എല്ലാവരോടും ടാറ്റ ബൈ ബൈ ഇനി പിന്നെ വരാട്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് പിള്ളേരോടും ഒക്കെ ടാറ്റ പറഞ്ഞിട്ട് അവൾ പോവുകയാണ് കേട്ടോ. അപ്പം ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ അവിടേക്കും വിരുന്ന് വിളിക്കണം. ചെക്കൻ്റെ അവിടുത്തെ വിരുന്നും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തിരക്കൊക്കെ ഒന്ന് ഒഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അവിടത്തെയും പുതിയാപ്പിള വിരുന്നും സൽക്കാരങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ ഇനി വരാട്ടോ. അപ്പോൾ ഇത്രയ്ക്കുള്ള ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോ പറ്റാവുന്ന പോലെയൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.